ശ്രീ വിജയ് ഇന്ദുചൂടൻ കോൺഗ്രസ് നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയ് ഇന്ദുചൂടൻ, താങ്കൾ ഉൾപ്പെടെ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ MLA ചൂണ്ടിക്കാട്ടിയത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. കാരണം ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ കോന്നി പോലെ ഒരു മണ്ഡലത്തിൽ ഇത്രയധികം ജനങ്ങളുണ്ട്, ഗ്രാമീണ മേഖലയാണ്, ഉൾനാടൻ പ്രദേശങ്ങളാണ്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ, മഴ പെയ്താൽ ഉണ്ടാകാവുന്ന സാഹചര്യം ബോധ്യപ്പെടുമ്പോൾ അവിടെ ജില്ലയുടെ ചുമതലയുടെ മന്ത്രിയെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, റാന്നി ആയാലും കോന്നി ആയാലും ഡിസ്റ്റൻസ് 22-23 കിലോമീറ്റർ ആയിരിക്കണം ഏകദേശം ഡിസ്റ്റൻസ്. മാത്രമല്ല അതുവഴി പോവുകയാണ്. പോകുന്ന വേളയിൽ പോലും അവിടെ ഒന്ന് ഇറങ്ങി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ ജനപ്രതിനിധിയെ കാണണമെന്നില്ല, അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൺമുന്നിലൂടെയാണ് ഈ നശിച്ച കൃഷിയിടങ്ങളൊക്കെ കണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം തമസ്കരിക്കുകയായിരുന്നു അവിടെ ഉള്ള MLA. ഇടതുപക്ഷ MLA ആണ്, ഏക MLA ആണ് ജില്ലയിലെ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിപ്പോട്ടെ എന്ന രീതിയിലൊരു നിലപാടെടുക്കുകയായിരുന്നു. അതല്ല, അവിടെയുള്ള ആളുകൾ പരിഭവങ്ങൾ ഒരുപാട് അവർക്ക് പറയാനുണ്ട്. അത് കേൾക്കാനുള്ള താല്പര്യമില്ലായ്മ കൊണ്ടാണോ ഇങ്ങനെ പോയത്? ബോധപൂർവമായിരുന്നോ? എന്താണ് MLA-യുടെ, ജനീഷ് MLA-യുടെ ആരോപണങ്ങൾക്ക് മറുപടി കോൺഗ്രസ്? അല്ല, ഞാൻ വിളിച്ചപ്പോൾ തന്നെ അറിയാം, ഞാൻ ദുരന്തമുഖത്ത് നിൽക്കുകയാണ് ഇപ്പോഴും. ഈ പറയുന്ന ആറന്മുളയും കോഴഞ്ചേരിയും അടക്കമുള്ള നാൽക്കാലിക്കലും അതുപോലെ തന്നെ നീർവിളാകം അടക്കമുള്ള ആറന്മുളയുടെ പരിസര പ്രദേശങ്ങളിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഈ ചർച്ച നടക്കുമ്പോൾ പോലും കോന്നി നിയമസഭാ മണ്ഡലത്തിനെ 2 പ്രാവശ്യം പരിപൂർണമായി പ്രതിനിധീകരിച്ച അവരുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള MLA ആണ് ജനീഷ് കുമാർ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം തികച്ചും, നമ്മൾ വളരെ പൊളിറ്റിക്സ് ഒക്കെ മാറ്റിവെച്ചോളൂ, രാഷ്ട്രീയം മാറ്റിവെച്ചോളൂ, പക്ഷേ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമല്ലേ? സെറ്റിട്ട് മുഖ്യമന്ത്രി വരിക എന്നാണ് പറയുന്നത്. സെറ്റിട്ട് മുഖ്യമന്ത്രി വരികയാണ്. മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി തന്നെ ഇന്നലത്തെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ ബൈറ്റുകൾ തന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദുരന്തമുഖത്ത് നിൽക്കുന്ന ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഈ പ്രദേശത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തം ഏറ്റെടുത്ത അല്ലെങ്കിൽ ദുരന്തമുണ്ടായ 2 സ്ഥലങ്ങൾ, 3 ക്യാമ്പുകളാണ് മുഖ്യമന്ത്രി ചെന്നെത്തിയത്. ഈ പറയുന്ന ഞാൻ മനസ്സിലാക്കണം, ഞാൻ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ആളാണ്. കോന്നി എന്ന് പറയുന്ന മേഖലയിൽ ഉരുൾപൊട്ടൽ നാശം വിതച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത്, കോന്നിയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലും തുറന്നിട്ടില്ല. ഉള്ള ഒരേ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് എലിയറയ്ക്കലുള്ള ഈ പറയുന്ന ഗാന്ധി ഭവനിലെ കുറച്ച് അന്തേവാസികളെ അമൃത എന്ന് പറയുന്ന സ്കൂളിലേക്ക്, അമൃത വിദ്യാലയത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അത്രയും അന്തേവാസികൾ മാത്രമാണ് ദുരന്തമുഖത്തുണ്ടായ കോന്നി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ്. അവിടെയും കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ MLA ഉണ്ട്, അവിടുത്തെ ജനപ്രതിനിധികളുണ്ട്, ബാക്കിയുള്ള ആളുകളെല്ലാം ഉണ്ട്. ഈ പറയുന്ന ഒരേ ഒരു ക്യാമ്പാണ്. പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ തേക്കുതോടും തണ്ണിത്തോടും ചിറ്റാറും മേഖലകളൊക്കെയാണ്. ചിലതൊക്കെ അവിടൊക്കെ നാശനഷ്ടങ്ങൾ, ആളപായങ്ങളില്ല, മറിച്ച് കൃഷി നാശം വന്നിട്ടുണ്ട്. ചിലരുടെ കോഴി, ആട് അങ്ങനെയുള്ള വളർത്തു മൃഗങ്ങൾക്ക് അപായം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരു ആളപായം പോലുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശത്ത് കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന ആറന്മുളയും ഈ പറയുന്ന തിരുവല്ലയും അതുപോലെ തന്നെ റാന്നിയുമായിട്ടുള്ള പ്രദേശത്ത് നമുക്കറിയാവുന്നത് ആളുകളുടെ വീടുകൾ ഒലിച്ചു പോകുന്നു, ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. കളക്റ്റീവ് എഫർട്ട് എന്ന് പറയുമ്പോൾ ആ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും രൂക്ഷമായി ഈ മഴക്കാലത്ത് കെടുതി അനുഭവിച്ച ഒരു ജില്ല. ആ ജില്ലയിൽ ഒരു MLA വേണമെങ്കിൽ അദ്ദേഹം അറിയുന്നില്ല, ഇങ്ങനെ യോഗം നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുക്കുന്ന യോഗമാണ്. ആ യോഗത്തിലേക്ക് ആ MLA ക്ഷണിക്കാമായിരുന്നു, ഒരു അറിയിപ്പ് നൽകാമായിരുന്നില്ലേ? മുഖ്യമന്ത്രി ഓഫീസിൽ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. നോക്കൂ, ഞാൻ പറയുന്നത് ഇതൊരു ദുരന്തമുഖമാണ്. ഈ പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന, ഒരു നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന MLA ആണ് K. ജനീഷ് കുമാർ, അല്ലേ? ഇവിടുത്തെ എത്രയോ ആളുകളെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ക്ഷണിച്ചിട്ടാണോ ഒരു ദുരന്തമുഖത്തേക്ക് വരേണ്ടത്? ക്ഷണിച്ചിട്ടാണോ? മുഖ്യമന്ത്രി പറയുകയാണ്, ജനീഷ് നാളെ താങ്കൾ അവിടെ വരണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ സാമാജികനാക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ജനസമ്മതിദാന അവകാശം രേഖപ്പെടുത്തി കോന്നിയിലെ പ്രതിനിധീകരിക്കുന്ന ജനീഷ് കുമാർ മുഖ്യമന്ത്രി വരുന്ന ഈ ദുരിതാശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ ജനീഷ് കുമാർ അവിടെ ക്ഷണിച്ചാൽ മാത്രമേ വരുവുള്ളൂ എന്നാണോ അദ്ദേഹം പറയുന്നത്? അടൂര് സമാനമായിട്ടുള്ള ഞങ്ങളുടെ MLA ഉണ്ടല്ലോ, CV ശാന്തകുമാർ, അദ്ദേഹം കഴിഞ്ഞ 3 ദിവസമായി ഈ കോഴഞ്ചേരിയും അതുപോലെ തന്നെ ആറന്മുള ക്യാമ്പുകളിലും പങ്കെടുക്കുന്നുണ്ടല്ലോ, ദുരിതാശ്വാസ ക്യാമ്പുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ? ജനീഷ് കുമാർ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പറയുന്ന നിയമസഭാ സാമാജികനായിട്ടുള്ള ജനീഷ് കുമാർ ഞങ്ങളോടൊപ്പം വന്നു നിന്നാൽ ഞങ്ങൾക്കത് ഏറ്റവും വലിയൊരു ഒരു വലിയ ആശ്വാസമാണ്. അദ്ദേഹത്തിന് ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ, ഈ വിഷ്ണുനാഥ് എന്ന് പറയുന്ന ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, ഞാനടക്കം ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ അന്ന് മുതൽ ഡേ വൺ മുതൽ അദ്ദേഹം ഇവിടെയുണ്ട്.
അദ്ദേഹം ഇവിടെയുണ്ട്, റൂം എടുത്ത് ഉറങ്ങി. അതിനൊന്നും ഞാൻ ആ ഒരു പൊളിറ്റിക്സിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള മറുപടികളൊന്നും ഞാൻ ഇതിനകത്തേക്ക് പറയുന്നില്ല. പക്ഷേ ജിനീഷ് കുമാർ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം ഈ പറയുന്ന ഒരു അലേർട്ട് വന്ന ഒരു ദിവസം കൃത്യം രാവിലെ 3 മണിക്ക് ഒരു യുവജന സംവിധാനത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ കൃത്യം രാവിലെ 3 മണിക്ക് വിശ്വനാഥനെ വിളിക്കുകയാണ്, പറയുകയാണ് താങ്കൾ ഇവിടെ എത്തണം, അടിയന്തരമായി എത്തണം എന്ന് പറഞ്ഞ അന്നത്തെ യോഗം അന്ന് തുടങ്ങി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇത് ഏകോപന കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് നേതൃത്വം കൊടുത്ത് ബാക്കിയുള്ള എല്ലാ ഭാരവാഹികളെയും വിളിച്ച് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും വിളിച്ച് ആ രാവിലെ 3 മണി മുതൽ ഞങ്ങൾ വീട്ടിൽ കയറുന്ന ഏകദേശം 2 മണിക്കാണ്, വെളുപ്പിന് 2 ജനീഷ് കുമാറാണ് MLA ആണ്. അല്ല, ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ. അതായത് ജനീഷ് കുമാർ MLA മാത്രമല്ല, ഇങ്ങനെ പരിഭവം പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് തുറന്ന് പറയുന്നത് പോലെ ഈ കുട്ടനാട് MLA പറയുകയാണ്. അവിടെ കുട്ടനാട്ട് വല്ലാത്തൊരു സ്ഥിതിയാണ്, നമുക്കറിയാമല്ലോ. ഈ കിഴക്കൻ വെള്ളമൊക്കെ ചെന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടനാട്ടിലെ ബുദ്ധിമുട്ടുകൾ ആ MLAക്ക് തുറന്ന് പറയേണ്ടി വരുന്നത്. ഘടകകക്ഷി MLA ആണ്. MLA പറയാണ്, വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല, വല്ലാതെ പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്ന അവസ്ഥയുമുണ്ട്. അതൊരു അതിന് മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. ക്യാബിനറ്റ് നടത്തപ്പോഴാണ് കുട്ടനാട് MLA വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തു ക്യാബിനറ്റ് നടക്കുമ്പോൾ വിളിച്ചപ്പോൾ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ആ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ആ ബൈറ്റ് കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടിയാണത്. ക്യാബിനറ്റ് നടന്നപ്പോൾ ഒരു അടിയന്തരമായിട്ടുള്ള പ്രധാന യോഗം നടന്നപ്പോൾ കുട്ടനാട് MLA വിളിക്കുകയും അദ്ദേഹത്തിന് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, ഒരു ദുരന്തമുഖത്ത് നിൽക്കുകയല്ലേ. ഒരുപാട് കോളുകൾ, ഒരുപാട് ആളുകളുടെ ആവലാതികളൊക്കെ കേൾക്കേണ്ടി വരുന്ന. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ മുഖ്യമന്ത്രി എന്തെല്ലാം ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്? അവിടെ പോയില്ല, സെറ്റ് ഇട്ടിട്ട് ആ വെള്ളത്തിലിറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി വന്ന സമയം മുതൽ ഒരു ഉന്നതതല യോഗം കൂടുന്നു ഗവൺമെന്റ് ഒഫീഷ്യൽസുമായിട്ട് ഇവിടുത്തെ TVയിൽ. അത് കഴിഞ്ഞിട്ട് നേരെ പ്രളയം ബാധിച്ച ഒരു ഏരിയയിലേക്ക് ചെല്ലുന്നു. അവിടെ വെള്ളക്കെട്ട്, കാരണം അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമില്ല. കാരണം പരിപൂർണമായിട്ടുള്ള എല്ലാ ആളുകളെയും ആ തുരുത്തിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിച്ചു. അവിടെ ഇനിയും ഒരാളുകൾ പോലും ഒറ്റപ്പെട്ട് കിടക്കുന്നില്ല. അപ്പോൾ വെറുതെ ബോട്ടിലേക്ക് കയറി മുഖ്യമന്ത്രി ഒരു സെറ്റ് കാണിക്കുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകേണ്ടതിന്റെ ആവശ്യമില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വ്യക്തമായിട്ടുള്ള മറുപടി, ഇവിടുന്ന് നമുക്ക് ക്യാമ്പിലേക്ക് പോകാം, ഏറ്റവും അടുത്തുള്ള ക്യാമ്പ്. അതായത് ഇതൊക്കെ താരതമ്യം ചെയ്യപ്പെടുന്നത് 2018, 19, 24 ഈ സാഹചര്യങ്ങളുമായിട്ടാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ അവസ്ഥ, ഈ പ്രദേശങ്ങളിലെ അവസ്ഥ. അപ്പോൾ അന്ന് മുൻകൈ എടുത്ത് ഇറങ്ങിയ ആളുകൾ, അപ്പോൾ അതിനുശേഷമുള്ള ഒരു കാലഘട്ടം മാറി. ഇപ്പോൾ 100 ദിവസമായിട്ടില്ല നിങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ദുരന്തമുഖത്താണ് ഈ രക്ഷാപ്രവർത്തനം ഒക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടി വന്നത് വെച്ച് താരതമ്യം ചെയ്യുകയാണോ, അതോ പക്കാ ഒരു പൊളിറ്റിക്കൽ എന്ന രീതിയിലാണോ ഈ പ്രചരണങ്ങൾ അയച്ചുവിടുന്നത്? എന്താണ് MLA ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണല്ലോ പറയുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസ്? രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകില്ല എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ സെറ്റിട്ട് വരികയാണ്. അതുപോലെ തന്നെ PC വിശ്വനാഥ്, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, ഇവിടെ റൂം എടുത്ത് ഉറങ്ങുകയാണ്. അത് മാത്രമല്ല, നമ്മൾ 2 ദിവസം മുൻപ് കണ്ടല്ലോ, 2 ദിവസം ഏരിയ സെക്രട്ടറി എന്താണ് ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ പറയണം പിണറായി വിജയനാണ് ഏറ്റവും നല്ലവനായിരുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി ഉണ്ടാവില്ല എന്നൊക്കെ ഒരു അമ്മയെ കൊണ്ട് പറയിപ്പിക്കണം.